പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ആദ്യമായി യാത്ര പോകുന്ന ഇടത്തേക്ക് എത്താനുള്ള വഴിയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നാം ഇന്ന് ആദ്യം ആശ്രയിക്കുന്നത് ഗൂഗിൾ മാപ്പിനെയാണ്. എന്നാൽ ഗൂഗിൾ മാപ്പ് പറയുന്ന എല്ലാ വഴികളും വിശ്വസിക്കാനാകുമോ? ഗൂഗിൾ മാപ്പിന് വഴിതെറ്റി അപകടമുണ്ടാകുന്ന വാർത്തകൾ നാം പലപ്പോഴും കാണാറുണ്ട്. ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് യാത്ര ചെയ്ത് തകർന്ന പാലത്തിലെത്തി അപകടമുണ്ടായതും ഈ അപകടത്തിൽ 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായുള്ള വാർത്തയും നാം അടുത്തിടെ കേട്ടു. എന്തുകൊണ്ടാണ് ഗൂഗിൾ മാപ്പിന് വഴിതെറ്റുന്നത്? എന്താണ് ഇതിന് കാരണം? ഇതിനുള്ള പരിഹാരം എന്താണ്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന നാവിഗേഷൻ സംവിധാനമാണ് ഗൂഗിൾ മാപ്സ്. ഇന്റർനെറ്റ് വഴി ലോകത്തിന്റെ ഭൂപടവും വഴികളും സ്ട്രീറ്റ് വ്യൂവും സാറ്റലൈറ്റ് ഏരിയൽ വ്യൂവും ഗൂഗിൾ മാപ്പിൽ നമുക്ക് കണ്ടെത്താവുന്നതാണ്. ലോകമെമ്പാടുമുള്ള യാത്രികരുടെ വഴികാട്ടിയായാണ് ഗൂഗിൾ മാപ്പ് അറിയപ്പെടുന്നത് തന്നെ. എന്നാൽ ഇന്റർനെറ്റ് ഭൂപടത്തിൽ അബദ്ധങ്ങളുണ്ടാകാനുള്ള സാധ്യത വളരെയേറെയാണ്. കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങളും ഇടറോഡുകളിലെ വ്യത്യാസങ്ങളുമൊക്കെ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമാകും ഗൂഗിൾ മാപ്പിൽ പ്രത്യക്ഷപ്പെടുക. സ്ഥലങ്ങളും വഴികളും ഗൂഗിൾ മാപ്പ് നമുക്ക് കാണിച്ചു തരുന്നത് ഉപഗ്രഹ ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണ്. ഇതിൽ എളുപ്പവഴിയായി കാണിക്കുന്ന ഇടറോഡുകളിൽ ചിലപ്പോൾ റോഡിന് തകരാർ കാരണം ഗതാഗതം നിരോധിച്ചതാകാം. ഇതൊന്നും ചിലപ്പോൾ ഇന്റർനെറ്റിലെ മാപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാകില്ല. എന്നാൽ ഗൂഗിൾ മാപ്പിനെ മാത്രം ആശ്രയിക്കുന്ന യാത്രികർക്ക് ഇതൊരു വലിയ കെണിയായി മാറാനും സാധ്യതയുണ്ട്. റോഡിലെ ഈ തടസ്സങ്ങൾ അറിയാതെ യാത്ര ചെയ്യുന്നവർ പാതി വഴിയിൽ കുടുങ്ങുകയും അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നു. അപരിചിതവും വിജനവുമായ മേഖലയാണെങ്കിൽ പരമാവധി പ്രധാന റോഡുകളെ തന്നെ ആശ്രയിക്കുന്നതാകും നല്ലത്. ഗൂഗിൾ മാപ്പ് നോക്കി പോകുമ്പോൾ ഇടറോഡുകൾ ഒഴിവാക്കുന്നതും അപകടം ഒഴിവാക്കാൻ സഹായിക്കും, പ്രത്യേകിച്ചും രാത്രികാലങ്ങളിലെ യാത്രകളിൽ. അഥവാ ഇടറോഡുകൾ കയറേണ്ട സാഹചര്യമുണ്ടായാൽ റോഡിന്റെ അവസ്ഥയെക്കുറിച്ച് ആദ്യം ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതിനുശേഷം മാത്രം യാത്ര ചെയ്യുന്നതാകും നല്ലത്. ഇനി യാത്ര ചെയ്യുന്ന റോഡിൽ കാര്യമായ പ്രശ്നമോ സ്ഥിരമായ ഗതാഗത തടസ്സമോ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഗൂഗിൾ മാപ്സ് തുറന്ന് കോൺട്രിബ്യൂട്ട് ഓപ്ഷനിൽ വിരലമർത്താം. തുറന്നുവരുന്ന വിൻഡോയിൽ നിന്ന് എഡിറ്റ് മാപ്സ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ ആഡ് ഓർ ഫിക്സ് റോഡ് എന്നൊരു ഓപ്ഷൻ കാണാവുന്നതാണ്. ഇത് തിരഞ്ഞെടുത്ത് പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. അതുവഴി പിന്നീട് വരുന്നവർക്ക് ഈ അപ്ഡേറ്റ് സഹായകമാകും. തെറ്റായി കിടക്കുന്ന സ്ഥലനാമങ്ങളും അടയാളപ്പെടുത്താത്ത മേഖലയുമൊക്കെ ഈ രീതിയിൽ ഗൂഗിളിനെ അറിയിക്കാനും നമുക്ക് കഴിയും. സെറ്റിംഗ്സിലെ സൗകര്യം ഉപയോഗിച്ച് ഗൂഗിൾ മാപ്സിലെ ഫീഡ്ബാക്ക് കൊടുക്കുന്നതും ഗൂഗിൾ മാപ്പിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സഹായിക്കും. സെറ്റിംഗ്സിൽ പോയി ഗൂഗിൾ ലൊക്കേഷൻ സെറ്റിംഗ്സ് തിരഞ്ഞെടുത്ത ശേഷം അഡ്വാൻസ്ഡിൽ ടാപ്പ് ചെയ്യുന്നതിലൂടെ ലൊക്കേഷൻ ഹൈ ആക്യുറസിയിൽ നിലനിർത്താം. അതിനുശേഷം വരുന്ന മെനുവിൽ ഗൂഗിൾ ലൊക്കേഷൻ ആക്യുറസി എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ഓണാക്കി വയ്ക്കാവുന്നതാണ്. കോബ്സ് കാലിബ്രേറ്റ് ചെയ്യുക എന്ന ഓപ്ഷനും പരിഗണിക്കാം. തത്സമയ GPS നാവിഗേഷൻ, ട്രാഫിക് സംവിധാനങ്ങൾക്ക് പുറമെ പോകേണ്ട സ്ഥലത്തെ വായുമലിനീകരണ തോത് മുൻകൂട്ടി അറിയാനും ഗൂഗിൾ മാപ്പ് നമ്മെ സഹായിക്കുന്നു. വായുവിന്റെ ഗുണനിലവാരം ആരോഗ്യത്തെ ഏത് രീതിയിൽ ബാധിക്കുമെന്ന വിശദീകരണവും ഇതിലുണ്ടാകും. ഗൂഗിൾ മാപ്പിന്റെ അപ്ഡേറ്റ് വേർഷനിലാണ് ഈ സൗകര്യമുള്ളത്. ആൻഡ്രോയിഡ് ഐഫോണുകളിൽ ഈ സേവനം ലഭ്യമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.